ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ 4ാമത് ദർശനമായ മായാദർശനത്തിലെ 6ാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അംഗാന്യേതാനവഷ്ടഭ്യ സുഖീ ദുഃഖീവ മുഹ്യതി ചിദാത്മാ മായയാ സുസ്യ തത്വതോ അസ്തി ന കിഞ്ചന. അംഗാന്യേതാനവഷ്ടഭ്യ സുഖീ ദുഃഖീവ മുഹ്യതി ചിദാത്മാ മായയാ സ്വസ്യ തത്വതോ അസ്തി ന കിഞ്ചന. ഇതാണ് ശ്ലോകം. ആദ്യമായി ഈ ശ്ലോകത്തെ ചിദാത്മാ സ്വസ്യമായയ ഏതാനി അംഗാനി അവഷ്ടഭ്യ സുഖീ ദുഃഖീ ഇവ മുഹ്യതി തത്വത കിഞ്ചന ന അസ്തി എന്നിങ്ങനെ പദച്ഛേദം ചെയ്ത് അന്വയിക്കണം. അതിനുശേഷം ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. ചിദാത്മാ, ചിദാത്മാവ്, അതായത് ജീവാത്മശക്തി. സ്വസ്യമായയ, സ്വന്തമായയാൽ. ഏതാനി അംഗാനി, ഈ അവയവങ്ങളെ. അവഷ്ടഭ്യ, അവലംബിച്ച്. സുഖീ ഇവ ദുഃഖീ ഇവ മുഹ്യതി, സുഖി എന്ന പോലെയും ദുഃഖി എന്ന പോലെയും മോഹിക്കുന്നു. തത്വതഃ, താത്വികമായി പറഞ്ഞാൽ, അല്ലെ വാസ്തവത്തിൽ പറഞ്ഞാൽ, കിഞ്ചനാ നാസ്തി, ഒന്നും തന്നെ ഇല്ലാത്തതാകുന്നു, അല്ലെ ഒന്നിനും അസ്തിത്വം ഇല്ല. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ചിദാത്മാവ് സ്വന്തം മായയാൽ ഈ സൂക്ഷ്മാവയവങ്ങളെ അവലംബിച്ച് സുഖി എന്ന പോലെയും ദുഃഖി എന്ന പോലെയും മോഹിക്കുന്നു. വാസ്തവത്തിൽ ഇതിനൊന്നും ഉണ്മയില്ല. പര എന്ന മായയെപ്പറ്റിയുള്ള വിശദീകരണമാണ് ഈ ശ്ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. അനുഭവിയുടെ വൈകാരിക ബോധമണ്ഡലത്തിൽ അനുഭവപ്പെടുന്ന തോന്നലുകൾ മാത്രമാണ് സത്യത്തില് സുഖദുഃഖങ്ങൾ. ഇക്കാര്യം വ്യക്തമാക്കാൻ നമ്മുടെ ദൈനംദിന അനുഭവങ്ങളെ നിരൂപണം ചെയ്താൽ മതിയാവും. വിശപ്പും ദാഹവും സ്വാഭാവികമായി ഉണ്ടാകുന്ന വികാരങ്ങളാണ്. ശാരീരിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനങ്ങളാണ് ഭക്ഷണപാനീയങ്ങൾ. അവയുടെ ആവശ്യം വിളിച്ചറിയിക്കുന്ന ആന്തരിക ചോദനകളാണ് വിശപ്പായും ദാഹമായും നമുക്ക് അനുഭവപ്പെടുന്നത്. വിശപ്പിനും ദാഹത്തിനും സ്ഥായിയായ ഉണ്മയില്ല. ദഹനക്കേട് മുതലായ അസുഖങ്ങളുള്ളവർക്ക് വിശപ്പ് അനുഭവപ്പെടുകയില്ല. ശാരീരിക പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ ഇന്ധനം യഥാസമയം നൽകേണ്ടതിന്റെ ആവശ്യകത മുന്നറിയിപ്പിന്റെ രൂപത്തിൽ നൽകപ്പെടുന്ന ശാരീരിക വിധാനീയതയുടെ ഭാഗമായി നടക്കുന്ന സ്വാഭാവിക പ്രവർത്തനമാണ് വിശപ്പായും ദാഹവുമായൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു കഴിയുന്നതോടെ വിശപ്പും ദാഹവും അപ്രത്യക്ഷമാകും. താൽക്കാലികമായി ഉണ്ടാകുന്നതും ആവർത്തന സ്വഭാവമുള്ളതുമായ ശാരീരിക പ്രക്രിയകളാണ് വിശപ്പും ദാഹവും. ശീതോഷ്ണാനുഭവങ്ങൾ മറ്റൊരു ഉദാഹരണമാണ്. ചൂട് അസഹ്യമാകുന്ന വേളയിൽ കാറ്റടിയേറ്റാൽ ത്വക്കിന് അത് സുഖമായി തോന്നും. കിടുകിടാ വിറയ്ക്കുന്ന കുളിരിൽ ചൂടുകാറ്റേറ്റാൽ
അതും ത്വക്കിന് സുഖമായി തോന്നും. കാലദേശഭേദങ്ങളാണ് ചൂടിനെയും തണുപ്പിനെയും അനുഭവങ്ങളാക്കി തീർക്കുന്നത്. രുചി, മണം, ശബ്ദം തുടങ്ങിയവയുടെ കാര്യവും വ്യത്യസ്തമല്ല. അതിശൈത്യമുള്ള പ്രദേശങ്ങളിൽ എരിവ് കൂടിയ വിഭവങ്ങൾ രുചികരവും സുഖപ്രദവുമായി അനുഭവപ്പെടുമ്പോൾ അതേ വിഭവങ്ങൾ ഉഷ്ണപ്രദേശങ്ങളിൽ അരുചികരവും അതുപോലെ ദുഃഖപ്രദവുമായി ഭവിക്കുന്നു. പുഴുത്തതും ചീഞ്ഞതുമായ വസ്തുക്കളിൽ നിന്ന് വമിക്കുന്ന ഗന്ധം നമുക്ക് അസഹ്യമായി തോന്നും. എന്നാൽ പുഴുത്തതും ചീഞ്ഞതുമായ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ജീവികളിൽ ദുർഗന്ധം സുഖാനുഭൂതിയാണ് ജനിപ്പിക്കുന്നത്. അതവർക്ക് ആനന്ദകരമാണ്. പരുപരുത്ത പ്രതലങ്ങളിൽ ചെരുപ്പിടാതെ നടന്നാൽ നമുക്കത് അസുഖകരമായി തോന്നും. എന്നാൽ പരുപരുത്ത നിലങ്ങളിൽ ചെരുപ്പ് ഉപയോഗിച്ചിട്ടേ ഇല്ലാത്തവർക്ക് അങ്ങനെ തോന്നുകയില്ല. മിനുസമുള്ള പ്രതലസ്പർശം അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ പരുപരുത്ത പ്രതലസ്പർശം അസുഖകരമായി തോന്നുകയുള്ളൂ. ഇന്ദ്രിയ വിഷയങ്ങളുടെ എല്ലാം കാര്യം ഇങ്ങനെ തന്നെയാണ്. സുഖദുഃഖങ്ങൾ പൂർവബോധത്തിൽ നിന്നും ഉളവാകുന്ന തോന്നലുകൾ മാത്രമാണ്. പര എന്ന മായയാണ് ഈ തോന്നലുകൾ ജനിപ്പിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വൈകാരിക ബോധാനുഭവങ്ങളാണ് സുഖദുഃഖങ്ങൾ. സുഖമറിഞ്ഞിട്ടില്ലാത്തവർക്ക് ദുഃഖവും ദുഃഖമറിഞ്ഞിട്ടില്ലാത്തവർക്ക് സുഖവും അനുഭവപ്പെടുകയില്ല. വൈകാരികതയിലെ ആനുഭൂതികമായ രണ്ട് തലങ്ങളാണ് സുഖവും ദുഃഖവും. അവ തികച്ചും പ്രതീതികൾ മാത്രമാണ് താനും. രക്ഷിതാക്കളുടെ അഭാവത്തിൽ മാത്രം അനുഭവപ്പെടുന്ന വികാരമാണ് അരക്ഷിതാവസ്ഥ. അതുപോലെ സർവ ദുഃഖാനുഭവങ്ങളും സുഖാനുഭവങ്ങളുടെ അഭാവത്തിലുണ്ടാകുന്ന തോന്നലുകളാണ്. ഒന്നിന്റെ അഭാവമാണ് മറ്റൊന്നിന്റെ ഭാവമായി അനുഭവപ്പെടുന്നത്. പര എന്ന മായയെ ഇത്തരത്തിൽ അമേയ വൈഭവത്തോടുകൂടിയ ഒരു സത്താവിശേഷമായി തന്നെ ഗുരു മായാദർശനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. സുസ്ഥിര ഭാവരൂപാദികളില്ലാത്തതിനാലും സൂക്ഷ്മതരമായതിനാലും അതിനെ പര എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. തോന്നലുകൾ ഉളവാക്കുമെങ്കിലും മായാകൽപ്പിതങ്ങളായ സുഖദുഃഖ അനുഭവങ്ങളൊന്നും നിത്യമായ ഉണ്മയോടുകൂടിയവയല്ല എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. താത്വികമായി തന്നെ ഇതിനെ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.